വെൽക്കം ബാക്ക് ടു കെ ഫോക്കസ്. കണ്ടിന്യൂറ്റിക്കകത്ത് നിന്ന് ഓണം എക്സാമിന് സാധാരണ ചോദിച്ചു വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ഓൾറെഡി ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ മറന്നു പോരുതും. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ അതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മൾ ഡിഫറൻഷ്യബിലിറ്റി അല്ലെങ്കിൽ ഡെറിവേറ്റീവ്സിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. ചില സ്കൂളിലൊക്കെ ഡെറിവേറ്റീവ്സ് എടുത്തിട്ടുണ്ടാവും, ചിലയിടത്ത് അത്രയൊന്നും ആയി കാണത്തില്ല, കണ്ടിന്യൂറ്റി മാത്രമേ കാണത്തുള്ളൂ. ചിലയിടത്ത് ഡെറിവേറ്റീവ്സിന് കുറച്ചെടുത്തിട്ടുണ്ടാവും, ഫുള്ളായിട്ട് തീർന്നിട്ടുണ്ടാകില്ല. ഇതിനകത്ത് മെയിനായിട്ട് നമുക്ക് വേണ്ടി വരുന്നത് d/dx ഓഫ് e റേസ് ടു x വരുന്നത്, എക്സ്പോണൻഷ്യൽ ടേം വരുന്നത് പഠിക്കാനുണ്ട്. അതുപോലെ d/dx ഓഫ് ലോഗ് വരുന്നത്, ദാറ്റ് മീൻസ് ഇപ്പം ലോഗ് എ ബി എന്ന് പറയുന്നത് ലോഗ് എ പ്ലസ് ബി അല്ലേ, ലോഗ് എ പ്ലസ് ലോഗ് ബി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലോഗ് എ ബൈ ബി എന്ന് പറയുന്നത് ലോഗ് എ മൈനസ് ലോഗ് ബി. ലോഗ് എ ബി എന്ന് പറയുന്നത് ലോഗ് എ പ്ലസ് ലോഗ് ബി. അതുപോലെ ലോഗ് എ ബൈ ബി എന്ന് പറയുന്നത് ലോഗ് എ മൈനസ് ലോഗ് ബി. അപ്പം അങ്ങനെയുള്ള ഇതൊക്കെ വെച്ചിട്ട് അപ്ലൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ ഇതിനകത്ത് കണ്ടുവരുന്ന ടൈപ്പ് y ഈക്വൽ ടു സൈൻ എക്സ് ദ ഹോൾ റേസ് ടു എക്സ്. ഇങ്ങനെ വരുമ്പോൾ രണ്ട് സൈഡിലും ലോഗ് എടുത്തിട്ട് വേണം നമുക്കിത് സിംപ്ലിഫൈ ചെയ്യാനായിട്ട്. അങ്ങനെ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ഇത് സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തുള്ളൂ. ഇത്തരം ക്വസ്റ്റ്യൻസ് എല്ലാം രണ്ട് സൈഡിലും ലോഗ് എടുത്തിട്ടാണ് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് വരുന്നത്. പിന്നെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ് സൈൻ എക്സ് പ്ലസ് വൈ സൈൻ വൈ ഈക്വൽ ടു എക്സ് വൈ. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, അതായത് എക്സും വൈയും കൂടി നമുക്ക് മിക്സ് ചെയ്ത് തന്നിരിക്കുന്നൊരു ക്വസ്റ്റ്യൻസ്. നമ്മൾ രണ്ട് സൈഡ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. എന്നിട്ട് dy/dx വരുന്നതിൻ്റെ ടേംസ് കൂടി ഒരു സൈഡിലേക്ക് കളക്ട് ചെയ്യുക, അല്ലാത്തത് കൂടി മറ്റേ സൈഡിലേക്ക് എടുക്കുക. അപ്പോഴത്തേക്ക് നമുക്കതിൻ്റെ dy/dx കിട്ടും. രണ്ട് സൈഡും ഒരേപോലെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, എന്നിട്ട് dy/dx വരുന്ന ടേംസ് മാത്രം ഒരു സൈഡിലേക്ക് കളക്ട് ചെയ്യുക, ബാക്കിയുള്ളത് അപ്പുറത്തെ സൈഡിലേക്ക് എടുക്കുക. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് dy/dx കിട്ടും. ഇനി ഇതിനകത്ത് വരുന്ന അടുത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പാരാമെട്രിക് ഫോമിൽ വരുന്നത്. ഇത് എക്സ് ഈക്വൽ ടു സൈൻ തീറ്റ, വൈ ഈക്വൽ ടു കോസ് തീറ്റ, അങ്ങനെയെങ്കിൽ തീറ്റയുടെ ടേംസിലോ ടിയുടെ ടേംസിലോ അങ്ങനെ വേറെ ഏതെങ്കിലും ഡബ്ല്യു അങ്ങനെ വേറെ എന്തെങ്കിലുമൊക്കെ ടേംസിൽ നമുക്ക് തന്നിട്ട് dy/dx ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ക്വസ്റ്റ്യൻ വരാം. പാരാമെട്രിക് ഫോമിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പിന്നെ നമുക്ക് ചോദിക്കുന്നത് സെക്കൻഡ് ഡെറിവേറ്റീവ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളതാണ്. d²y/dx² ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ ചിലപ്പോൾ നമുക്ക് നേരിട്ട് dy/dx ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ചോദിക്കാം, ചിലപ്പോൾ നമുക്കിത് ഷോ ദാറ്റ്, വെരിഫൈഡ് ദാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും വരുന്നത്. അപ്പം ഓണം എക്സാമിന് കൂടുതലും നമുക്ക് കുറച്ചും കൂടി സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിനകത്ത് നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. വേറൊന്നും കൊണ്ടല്ല, പലയിടത്തും ഡെറിവേറ്റീവ്സ് കംപ്ലീറ്റ് ആയി കാണത്തില്ല, ഡെറിവേറ്റീവ്സ് ഫുള്ളും പഠിപ്പിച്ച് കാണത്തില്ല. കണ്ടിന്യൂറ്റി വരെ കാണാൻ സാധ്യതയുള്ളൂ. എന്നാലും ഏതെങ്കിലുമൊക്കെ സ്കൂളിൽ ചിലപ്പം അതിൻ്റെ ബാക്കിയും കൂടി കുറച്ചും കൂടിയൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ടാവും. പക്ഷെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് കാണാനുള്ള സാധ്യത തീരെ കുറവാണ്. ഓക്കെ, എന്ത് തന്നെയായാലും നമുക്ക് ഇതിനകത്ത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിയേക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, സൈൻ എക്സ് പ്ലസ് കോസ് വൈ ഈക്വൽ ടു എക്സ് വൈ. എക്സ് വൈ, അത് നമ്മൾ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എഴുതുക, കോസ് എക്സ്. കോസ് വൈയുടെ ഡെറിവേറ്റീവ്, കോസിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ വൈ ആണ്. കഴിഞ്ഞില്ല, വൈ ആണ് വരുന്നതെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് dy/dx ആണ്. അതും കൂടി നമ്മൾ എഴുതണം. ഈക്വൽ ടു എക്സ് വൈ, പ്രോഡക്റ്റ് റൂളാണ്. പ്രോഡക്റ്റ് റൂൾ വരുമ്പം ആദ്യത്തത് അതുപോലെ എഴുതുക, രണ്ടാമത്തേൻ്റെ ഡെറിവേറ്റീവ് എഴുതുക dy/dx പ്ലസ് രണ്ടാമത്തത് അതേപോലെ എഴുതുക, ഫസ്റ്റ് വണ്ണിൻ്റെ ഡെറിവേറ്റീവ് എഴുതുക. ഫസ്റ്റ് വൺ എക്സ് ആണ്, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. ഇനി ഇതിനകത്ത് ചെയ്യേണ്ടത് dy/dx വരുന്ന ടേംസ് മാത്രം ഒരു സൈഡിലേക്ക് കളക്ട് ചെയ്യുക. അപ്പം ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇത് എക്സ് ഇൻറ്റു dy/dx പ്ലസ് വൈ ഈക്വൽ ടു കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഇൻറ്റു dy/dx എന്ന് എഴുതാം. അതായത് ജസ്റ്റ് ഒന്ന് തിരിച്ചെഴുതി, അത്രയേ ഉള്ളൂ. ഈ ടേംസ് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു, ഈ ടേംസിനെ അത്രയും അപ്പുറത്തെ സൈഡിലേക്ക് ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുവന്നു.
ഇനി ഡി വൈ ബൈ ഡി എക്സ് വരുന്ന ടേംസ് ഏതൊക്കെയാണ് ഇവിടെ ഉള്ളത്? ഈ ഒരു ടേമിനകത്ത് ഡി വൈ ബൈ ഡി എക്സ് വരും, ഇതിനകത്തും ഡി വൈ ബൈ ഡി എക്സ് വരും. അങ്ങനെയാണെങ്കിൽ എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്, ഈ മൈനസിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ പ്ലസ് ആയിട്ട് മാറും. പ്ലസ് സൈൻ എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു, ഇവിടെ ആരുണ്ട് ഓൾറെഡി? കോസ് എക്സ് ഉണ്ട്. ഈ വൈ ഇപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസ് വൈ എന്ന് മാറും. ഓക്കെ അല്ലേ? ഈ രണ്ട് ടേമിൽ നിന്ന് ഡി വൈ ബൈ ഡി എക്സ് കോമൺ ആണ്. വിത്തിൻ ബ്രാക്കറ്റ് എക്സ് പ്ലസ് സൈൻ എക്സ്, ഡി വൈ ബൈ ഡി എക്സ് കോമൺ ആണ്, ബാക്കി എക്സ് പ്ലസ് സൈൻ എക്സ്, ദാറ്റ് ഈക്വൽ ടു കോസ് എക്സ് മൈനസ് വൈ. Therefore, we have dy by dx is equal to cos x minus y by ഇതിൻ്റെ കൂടെയുള്ള ടേമിനെ ഇവിടെ കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യുക, എക്സ് പ്ലസ് സൈൻ എക്സ്. കണ്ടോ? അതായത് ഇവിടെ നമ്മൾ പ്രോഡക്റ്റ് റൂളാണ് അപ്ലൈ ചെയ്യുന്നത്. പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഫസ്റ്റ് വൺ അതേപോലെ എഴുതുക, സെക്കൻഡ് വണ്ണിൻ്റെ ഡെറിവേറ്റീവ് എഴുതുക, അത് കഴിയുമ്പോഴത്തേക്കും സെക്കൻഡ് വൺ അതേപോലെ എഴുതുക, എന്നിട്ട് ഫസ്റ്റ് വണ്ണിൻ്റെ ഡെറിവേറ്റീവ് എഴുതുക. എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ഈക്വൽ ടു കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. ഇതിനകത്ത് ഡി വൈ ബൈ ഡി എക്സ് വരുന്ന ടേംസ് മാത്രം ഒരു സൈഡിലേക്ക് കൊണ്ടുവരിക, ബാക്കിയെല്ലാം അപ്പുറത്തായിരിക്കും. ഡി വൈ ബൈ ഡി എക്സ് കോമൺ ആയിട്ടുള്ളത് പുറത്തെടുത്തു, ദെൻ ബാക്കിയുള്ളത് ബ്രാക്കറ്റിൽ കിട്ടി, ഈക്വൽ ടു ഇത് ഇത്രയുണ്ട്. ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുമ്പോൾ ഈ കിട്ടിയതിനെ ഇപ്പുറത്തോടൊന്ന് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ദെൻ അടുത്തതിലേക്ക് വരുമ്പോൾ പാരാമെട്രിക് ഫോമാണ്. എക്സ് ഈക്വൽ ടു എ കോസ് സ്ക്വയർ തീറ്റ, വൈ ഈക്വൽ ടു ബി സൈൻ സ്ക്വയർ തീറ്റ. എക്സ് ഈക്വൽ ടു എ കോസ് സ്ക്വയർ തീറ്റ, വൈ ഈക്വൽ ടു ബി സൈൻ സ്ക്വയർ തീറ്റ. ആദ്യം നമ്മളിവിടെ ഡി എക്സ് ബൈ ഡി തീറ്റ, കാര്യം എന്താ? ഇവിടെ വേരിയബിൾ തീറ്റയാണ്. വിത്ത് റെസ്പെക്ട് ടു തീറ്റ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. എയും ബിയും കോൺസ്റ്റൻ്റ് ആണ്, ഇവിടുത്തെ വേരിയബിൾ തീറ്റയാണ്. എ കോൺസ്റ്റൻറ്റ് ഞാൻ അതേപോലെ എഴുതി, കോസ് സ്ക്വയർ തീറ്റ അല്ലേ? കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുമ്പോഴത്തേക്കും എക്സ് സ്ക്വയറിൻ്റെത് 2x ആണ്, അപ്പോൾ കോസ് സ്ക്വയറിൻ്റെയോ 2 കോസ് തീറ്റ ഇൻറ്റു എന്തും കൂടി വരും? കോസ് തീറ്റയുടെ ഡെറിവേറ്റീവും കൂടി വരും, ദാറ്റ് ഈസ് മൈനസ് സൈൻ തീറ്റ. ദാറ്റ് ഈക്വൽ മൈനസ് ഉണ്ട് 2a കോസ് തീറ്റ സൈൻ തീറ്റ എന്ന് വരും. ക്ലിയർ ആയോ? ഇനി y ഉണ്ട്, വൈയുടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോഴത്തേക്കും ഡി വൈ ബൈ ഡി തീറ്റ ഈക്വൽ ടു ബി കോൺസ്റ്റൻ്റ് അതുപോലെ എഴുതി, എക്സ് സ്ക്വയറിൻ്റെ 2x ആണ്, അപ്പോൾ സൈൻ സ്ക്വയറിൻ്റെത് 2 സൈൻ ആണ്. ഇനി സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് കോസ് തീറ്റയാണ്, 2b സൈൻ തീറ്റ കോസ് തീറ്റ. ഇനി നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് ആണ് കിട്ടേണ്ടത്. ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് ഡി വൈ ബൈ ഡി തീറ്റ ബൈ ഡി എക്സ് ബൈ ഡി തീറ്റയ്ക്ക് ഈക്വൽ ആണ്. ഡി തീറ്റ ക്യാൻസലായി പോവും, ബാക്കി നമുക്ക് എന്ത് കിട്ടും? ഡി വൈ ബൈ ഡി എക്സ് എന്ന് കിട്ടും. ദറ്റ് ഈക്വൽ ഡി വൈ ബൈ ഡി തീറ്റ എന്ന് പറയുന്നത് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് 2b സൈൻ തീറ്റയാണ്, സൈൻ തീറ്റ കോസ് തീറ്റയാണ്. ഓക്കെ, ബൈ ഡി എക്സ് ബൈ ഡി തീറ്റ എന്ന് പറയുന്നത് ഈ കിട്ടിയതാണ്, മൈനസ് 2a സൈൻ തീറ്റ കോസ് തീറ്റ. കട്ടാവും, 2ഉം 2ഉം ക്യാൻസലാവും, ബാക്കി എന്ത് കിട്ടും? മൈനസ് ബി ബൈ എ. ഇവിടെ തീറ്റയ്ക്ക് വരും ടി ഒക്കെ ഇട്ട് നമുക്ക് ചോദിക്കാം കേട്ടോ ക്വസ്റ്റിനകത്തെ. ഇവിടെ കിട്ടിയ ക്വസ്റ്റൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഓക്കെ, അടുത്തതിലേക്ക് പോകുമ്പോഴത്തേക്കും
y raised to x equal to x raised to y. x raised to y. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുകയാണെങ്കിൽ, പവർ വരുന്ന ക്വസ്റ്റ്യൻ കിട്ടുകയാണെങ്കിൽ രണ്ട് സൈഡിൽ നമ്മൾ ലോഗ് എടുക്കും. y raised to x equal to log x raised to y. ഇനി ലോഗ് എക്സ് റേസ് ടു എൻ എന്ന് പറയുന്നത് n ഇൻറ്റു ലോഗ് എക്സ് ആണ്. n ഇൻറ്റു ലോഗ് എക്സ് ആണ്. ഇവിടെ എന്ത് വരും? എക്സ് ഇൻറ്റു ലോഗ് വൈ ഈക്വൽ ടു വൈ ഇൻറ്റു ലോഗ് എക്സ് എന്ന് വരും. ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഇത് പ്രോഡക്റ്റ് റൂളാണ്, ഇവിടെയും പ്രോഡക്റ്റ് റൂളാണ്. ഫസ്റ്റ് വൺ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് വൺ ലോഗ് എക്സിൻ്റെ 1/x ആണ്. അപ്പോൾ ലോഗ് വൈയുടേത് 1/y ആണ്. കഴിഞ്ഞില്ല, ആരുണ്ട്? dy/dx ഉണ്ട്. പ്ലസ് സെക്കൻഡ് വൺ അതുപോലെ എഴുതി. ഫസ്റ്റ് വണ്ണിൻ്റെ ഡെറിവേറ്റീവ്, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 തന്നെയാണ്. ഈക്വൽ ടു, ഇനി ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോഴോ ഫസ്റ്റ് വൺ അതുപോലെ എഴുതി. ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x ആണ്. പ്ലസ് ലോഗ് എക്സ് അതുപോലെ എഴുതി. വൈയുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് dy/dx ആണ്. ഫസ്റ്റ് വൺ അതുപോലെ എഴുതുക, സെക്കൻഡ് വണ്ണിൻ്റെ ഡെറിവേറ്റീവ് എഴുതുക, പിന്നെ സെക്കൻഡ് വൺ അതുപോലെ എഴുതുക, ഫസ്റ്റ് വണ്ണിൻ്റെ ഡെറിവേറ്റീവ് എഴുതുക. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ dy/dx വരുന്ന ടേംസ് ഒക്കെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ x/y ഇവിടെ ഉണ്ട്, x/y ഉണ്ട്, dy/dx. ഈ സൈഡിൽ നിന്ന് dy/dx വരുന്ന ടേമിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. ദാറ്റ് ഈസ് മൈനസ് ലോഗ് എക്സ് ഇൻറ്റു dy/dx. ഈക്വൽ ടു, ഇവിടെ ആരുണ്ട്? y/x അവിടെയുണ്ട്. ഇവിടെ നിന്ന് ഇപ്പുറത്തേക്ക് പ്ലസ് ലോഗ് വൈയും കൂടി വരും. ഈ രണ്ട് ടേമിൽ നിന്ന് നമുക്ക് dy/dxനെ പുറത്തേക്ക് എടുക്കാം. ബാക്കി ആരുണ്ട്? x/y മൈനസ് ലോഗ് എക്സ് ഉണ്ട്. ഈക്വൽ ടു, ഇപ്പുറത്ത് ആരാ ഉള്ളത്? y/x പ്ലസ് ലോഗ് വൈ. അങ്ങനെയെങ്കിൽ dy/dx ഈക്വൽ ടു എന്തെന്ന് കിട്ടും? ഇവിടെ y/x പ്ലസ് ലോഗ് വൈ. ഇതിനെ ഇവിടെ കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യുക. ബൈ x/y മൈനസ് ലോഗ് എക്സ്. കണ്ടോ? സോൾവ് ചെയ്തു. എപ്പോഴും നോട്ട് ചെയ്തോണം, പവറിലാണ് വന്നിരിക്കുന്നതെങ്കിൽ റേസ് ടു എന്ന് പറഞ്ഞ്, ഈ റേസ് ടു എക്സ് അല്ല, എക്സ്പോൺഷ്യൽ ടേം അല്ല, അല്ലാതെ ഇതുപോലെയൊക്കെ വരുന്നതാണെങ്കിൽ, എക്സ്പോൺഷ്യൽ വരുന്നിടത്ത് ചിലത് നമുക്ക് അങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പം ഇതല്ല പറയുന്നത്, അല്ലാതെ നേരിട്ട് ഇപ്പം എന്താ എക്സ് റേസ് ടു സൈൻ എക്സ്, അല്ലെങ്കിൽ എക്സ് റേസ് ടു 3x, കോസ് എക്സ് റേസ് ടു 2x അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ പവർ ഇട്ട് വരുന്നതെല്ലാം നമ്മൾ രണ്ട് സൈഡിലും ലോഗ് എടുത്തിട്ട് വേണം സോൾവ് ചെയ്യാനായിട്ട്. ക്ലിയർ ആയോ? അടുത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, y ഈക്വൽ ടു എക്സ് റേസ് ടു എക്സ് പ്ലസ് എക്സ് റേസ് ടു സൈൻ എക്സ്. y ഈക്വൽ ടു എക്സ് റേസ് ടു എക്സ് പ്ലസ് എക്സ് റേസ് ടു സൈൻ എക്സ്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നേരത്തെ തൊട്ടുമ്പത്തെ പ്രോബ്ലത്തിനകത്ത് നമ്മൾ പറഞ്ഞു ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ലോഗ് എടുത്ത് ചെയ്താൽ മതിയെന്ന്. പക്ഷെ ഇവിടെ നമുക്ക് ലോഗ് എടുത്താൽ കിട്ടത്തില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സൈഡ് നമ്മൾ ലോഗ് എടുക്കുമ്പോൾ ലോഗ് എക്സ് റേസ് ടു എക്സ് പ്ലസ് എക്സ് റേസ് ടു സൈൻ എക്സ് എന്നാണ് വരുന്നത്. ഇങ്ങനെ വന്നാൽ നമുക്ക് അതിനെ സിംപ്ലിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, പറ്റില്ല. അതുകൊണ്ട് ഇവിടെ നമ്മൾ എടുക്കേണ്ട ഫോം എന്ന് പറയുന്നത് y ഈക്വൽ ടു u പ്ലസ് വി എന്നങ്ങ് എടുക്കുക.
ഇത് യു ആയിട്ടും ഇത് വി ആയിട്ടും എടുക്കുക. അങ്ങനെയെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡി യു ബൈ ഡി എക്സ് പ്ലസ് ഡി വി ബൈ ഡി എക്സ് ആയിരിക്കും. ശരിയാണോ? ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ ഡി യു ബൈ ഡി എക്സും ഡി വി ബൈ ഡി എക്സും ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്താൽ മാത്രം മതി. അത് എളുപ്പമാണ് നമുക്ക് ചെയ്യാനായിട്ട്. അതെങ്ങനെയാണ് വരുന്നത്? യു ഈക്വൽ ടു എക്സ് റേസ് ടു എക്സ് ആണ്. രണ്ട് സൈഡ് ലോഗ് എടുത്തു. ലോഗ് യു ഈക്വൽ ടു ലോഗ് എക്സ് റേസ് ടു എക്സ് ദാറ്റ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ലോഗ് എക്സ് എന്ന് വരും. ഡെറിവേറ്റീവ് എടുക്കുകയാണ്. ലോഗ് യുവിൻ്റെ ഡെറിവേറ്റീവ് 1/u ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് ആണ്. ദാറ്റ് ഈക്വൽ ടു ഇവിടെ പ്രോഡക്റ്റ് റൂൾ വരും. ഫസ്റ്റ് വൺ അതുപോലെ എഴുതി. സെക്കൻഡ് വണ്ണിൻ്റെ ഡെറിവേറ്റീവ് 1/x പ്ലസ് സെക്കൻഡ് വൺ അതുപോലെ എഴുതി. ഫസ്റ്റ് വണ്ണിൻ്റെ ഡെറിവേറ്റീവ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. എക്സും എക്സും ക്യാൻസൽ ആവും. ബാക്കി ഇവിടെ ഡി യു ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് ഇത് രണ്ടും കൂടി കട്ടായി 1 ഉള്ളൂ പ്ലസ് ലോഗ് എക്സ്. ഇവിടെ ഒരു യു ഇല്ലേ? അതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരണ്ടേ? ഈ യുവിനെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഇവിടെ മൾട്ടിപ്ലൈ ആണ് അല്ലേ? അപ്പോൾ യു എന്ന് പറയുന്ന ആരായിരുന്നു? എക്സ് റേസ് ടു എക്സ് ആയിരുന്നു. അപ്പോൾ എക്സ് റേസ് ടു എക്സ് 1 പ്ലസ് ലോഗ് എക്സ് എന്ന് വന്നു. അതേപോലെ വി ഈക്വൽ ടു എക്സ് റേസ് ടു സൈൻ എക്സ് ആണ്. ലോഗ് വി ഇസ് ഈക്വൽ ടു ലോഗ് എക്സ് റേസ് ടു സൈൻ എക്സ് ദാറ്റ് ഈക്വൽ സൈൻ എക്സ് ഇൻറ്റു ലോഗ് എക്സ്. സൈൻ എക്സ് ഇൻറ്റു ലോഗ് എക്സ് ഇവിടെ എടുക്കുമ്പോൾ 1/v ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഈക്വൽ പ്രോഡക്റ്റ് റൂള്. ആദ്യം സൈൻ എക്സ് അതുപോലെ എഴുതി. ലോഗ് എക്സിൻ്റെ 1/x ആണ്. പ്ലസ് ലോഗ് എക്സ് അതുപോലെ എഴുതി. സൈൻ എക്സിൻ്റെത് മൈനസ് കോസ് എക്സ് ആണ്. ദാറ്റ് ഈക്വൽ സൈൻ എക്സ് ബൈ എക്സ് മൈനസ് ലോഗ് എക്സ് കോസ് എക്സ് മൈനസ് ലോഗ് എക്സ് കോസ് എക്സ്. അങ്ങനെയെങ്കിൽ ഡി വി ബൈ ഡി എക്സ് ഈക്വൽ ടു ഈ വി ഇപ്പുറത്തേക്ക് വരില്ലേ? ഈ വി ഇപ്പുറത്തേക്ക് വരും. വി എന്ന് പറയുന്നത് ആരായിരുന്നു? എക്സ് റേസ് ടു സൈൻ എക്സ് ആണ്. ഇനി നമുക്കൊന്നും ചെയ്യാനില്ല. ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡി യു ബൈ ഡി എക്സ് പ്ലസ് ഡി വി ബൈ ഡി എക്സ്. അതെന്താന്നുള്ളത് ഇവിടെ എഴുതി കൊടുത്താൽ മാത്രം മതി. ദാറ്റ് ഈക്വൽ ഓക്കെ ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു ഡി യു എന്ന് പറയുന്നത് നമുക്കിവിടെ എന്താ കിട്ടിയെന്ന് നോക്കണം. ഡി യു എന്ന് പറയുന്നത് എക്സ് റേസ് ടു എക്സ് 1 പ്ലസ് ലോഗ് എക്സ് പ്ലസ് ഡി വി എക്സ് റേസ് ടു സൈൻ എക്സ് സൈൻ എക്സ് ബൈ എക്സ് മൈനസ് ലോഗ് എക്സ് കോസ് എക്സ്. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ പ്രത്യേകം നോട്ട് ചെയ്തോണം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്കിത് വെറുതെ ലോഗ് എടുത്താൽ കിട്ടത്തില്ല. യുവും വിയും ഇട്ട് തന്നെ ചെയ്യണം. അതേസമയം ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ നമുക്ക് നേരിട്ട് ലോഗ് എടുത്താൽ കിട്ടും. ക്ലിയർ ആയോ? അതിൻ്റെ ഡിഫറൻസ് മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ സെക്കൻഡ് ഡെറിവേറ്റീവ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. y ഈക്വൽ ടു ഇ റേസ് ടു എക്സ് സൈൻ എക്സ്. y ഈക്വൽ ടു ഇ റേസ് ടു എക്സ് സൈൻ എക്സ്. dy by dx ഈക്വൽ പ്രോഡക്റ്റ് റൂൾ. ഫസ്റ്റ് വൺ അതേപോലെ എഴുതി. സെക്കൻഡ് വണ്ണിൻ്റെ ഡെറിവേറ്റീവ് ഒരു മിനിറ്റ്, തൊട്ട് മുമ്പത്തെ പ്രോബ്ലം നമ്മൾ ചെയ്ത് വന്നപ്പം സൈൻ എക്സിൻ്റെ 1/x ഓക്കെ, കോസ് എക്സിൻ്റെത് പ്ലസ് കോസ് എക്സ് അല്ലേ? കോസ് എക്സ് ഓക്കെ, സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ്
പ്ലസ് കോസ് എക്സ് ആണ്. ഇവിടെ പ്ലസ്സാണ് വരുന്നത് കേട്ടോ. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സും കോസ് എക്സിൻ്റെത് മൈനസ് സൈൻ എക്സും ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ കോസ് എക്സ് വരുമ്പോഴത്തേക്ക് ഇവിടെ പ്ലസ് വരും. അങ്ങനെയാണെങ്കിൽ ആൻസറിനകത്ത് പ്ലസ് തന്നെയാണ് വരുന്നത്. ലോഗ് എക്സ് പ്ലസ് കോസ് എക്സ് ആണ്. സൈൻ എക്സ് d/dx ഓഫ് സൈൻ എക്സ് എന്ന് പറയുന്നത് കോസ് എക്സ് ആണ്. തിരിച്ച് d/dx ഓഫ് കോസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് സൈൻ എക്സ് ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ e⁻x എഴുതി. ഇനി പ്രോഡക്റ്റ് റൂൾ ഇതിൻ്റെ എടുക്കുക അല്ലേ. ഇതിൻ്റെ എടുക്കുമ്പോൾ നമുക്ക് കോസ് എക്സ് വരും. പ്ലസ് സെക്കൻഡ് വൺ നമ്മൾ അതുപോലെ തന്നെ എഴുതി, സൈൻ എക്സ് അതേപോലെ തന്നെ എഴുതി. എന്നിട്ട് e⁻xൻ്റെ ഡെറിവേറ്റീവ്, e⁻xൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് e⁻x തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് e⁻x നമുക്ക് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. ബാക്കി എന്ത് കിട്ടും? കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് എന്ന് കിട്ടും. കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് എന്ന് കിട്ടും. ഇത് നമുക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ്. ഇനി ഇതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് d²y/dx² ഈക്വൽ എഗെയിൻ പ്രോഡക്റ്റ് റൂൾ ഇവിടെ വരുമ്പോഴത്തേക്കും ഇതൊരു ടേം ഇതൊരു ടേം. ഫസ്റ്റ് വൺ അതേപോലെ എഴുതി. സെക്കൻഡ് വൺ എടുക്കുമ്പോൾ മൈനസ് സൈൻ എക്സ് വരും. ഓക്കെ, കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് വരും. പ്ലസ് കോസ് എക്സ് വരും. പ്ലസ് ഈ ടേം അതേപോലെ സെക്കൻഡ് ടേം അതേപോലെ തന്നെ എഴുതുക. കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് അതേപോലെ തന്നെ എഴുതി. e⁻xൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് e⁻x തന്നെ. ഇനി ഈ രണ്ട് ടേമിൽ നിന്നും e⁻x നമുക്ക് പുറത്തെടുക്കാം. ഇവിടെ ഒരു e⁻x ഉണ്ട്, ഇവിടെ ഒരു e⁻x ഉണ്ട്. e⁻x പുറത്തേക്ക് എടുത്തു. ബാക്കി വരുമ്പം മൈനസ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് പ്ലസ് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ്. സൈൻ എക്സ് കട്ടായി പോവും. ബാക്കി നമുക്കിവിടെ 2 കോസ് എക്സ് ഉണ്ട്. അതായത് 2 കോസ് എക്സ് e⁻x എന്ന് വരും. 2 കോസ് എക്സ് e⁻x അല്ലെങ്കിൽ 2 e⁻x കോസ് എക്സ് എന്ന് വരും. എങ്ങനെ വേണമെങ്കിലും എഴുതിക്കോ, ഓക്കെയാണ്. ഓക്കെ, അപ്പം ഡെറിവേറ്റീവ്സിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് തന്നെ ഷോ ദാറ്റ്, പ്രൂവ് ദാറ്റ് എന്ന് പറഞ്ഞ് വരാറുണ്ട്. അപ്പം നിങ്ങളുടെ സ്കൂളിൽ എത്രയാണോ എടുത്തിരിക്കുന്നത് അത്രയും വരെയുള്ള ക്വസ്റ്റ്യൻസ് നോക്കിയേക്കുക. അതായത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞതുപോലെ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്ന ടൈപ്പ് എന്ന് പറയുന്നത് d/dx ഓഫ് e⁻xൻ്റെ എക്സ്പോണൻഷ്യൽ ടേം വരാം. ലോഗ് വെച്ച് സിംപ്ലിഫൈ ചെയ്യുന്നത് log a പ്ലസ് log bയുടെ ഫോമിലേക്ക്, അല്ലെങ്കിൽ log a/b എടുത്തിട്ട് log a മൈനസ് log b വരുന്ന ടൈപ്പ്. ഇതുപോലെ തന്നെ ഇങ്ങനെ പവർ വരുന്ന ടൈപ്പ്. രണ്ട് സൈഡ് നമ്മൾ ലോഗ് എടുത്ത് സിംപ്ലിഫൈ ചെയ്യുന്ന ടൈപ്പ്. ഇനി മിക്സഡ് ആയിട്ട് തരുന്നത്, ഇംപ്ലിസിറ്റ് ആയിട്ട് വരുന്ന ടൈപ്പ്, പാരാമെട്രിക് ഫോമിൽ വരുന്നത്. പിന്നെ അതിൻ്റെ അകത്തുനിന്ന് സെക്കൻഡ് ഡെറിവേറ്റീവ് d²y/dx² ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അതിൽ തന്നെ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് UV ഫോമിലേക്ക് മാറ്റിയിട്ട് U+Vയിലേക്ക് മാറ്റിയിട്ട് ചെയ്യേണ്ടത്. UV അല്ല, പ്രോഡക്റ്റ് അല്ല, U+Vയിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ്. അപ്പം ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്തോണം. ഓക്കെ, താങ്ക് യു. ഡിറ്റർമിനൻറ്റും മെട്രിക്സിൻ്റെയൊക്കെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് വരുന്ന വീഡിയോസ് ഓൾറെഡി നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ചാനലിൽ കിടപ്പുണ്ട്. വൺ ഷോട്ട് വീഡിയോ. അതിനകത്തെല്ലാം എക്സാമിന് ചോദിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ കാണാൻ മറന്നു പോരുതും. ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോരുതേ.